പരാതിക്കാരിയായ നടി ഷൂട്ടിംഗ് പൂർത്തിയാക്കാതെ പോയതിനാലാണ് പ്രതിഫലം നൽകാതിരുന്നത് എന്ന ലാൽ പരാതിയിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. നടി നിലവിലെ സാഹചര്യം മുതലെടുക്കുകയാണെന്നും ലാൽ പറഞ്ഞു. അപ്പോൾ 50,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പറഞ്ഞില്ല, അത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് സീനിയായിട്ടുള്ള ആ സീൻ എടുത്തു. പിറ്റേ ദിവസം കാലത്ത് ബാസിയായിട്ട് കോറിഡോറിലൊരു സീൻ എടുക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് കേട്ടറിവുണ്ട്. ഞാൻ ആ സമയത്ത് അവിടെ ഇല്ല, ഞാൻ ആ സീനിലും ഇല്ല. അതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാനുള്ളത് ഇവള് കാറിൽ വന്ന് ഇറങ്ങുന്ന ഒരു ഷോട്ട് എടുക്കാനുണ്ടായിരുന്നു. ഷോട്ടല്ല, ഇറങ്ങുന്നു, ആസിഫൊക്കെ ചെന്ന് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ സീനുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ലൈറ്റ്, അപ്പോൾ ഈവനിങ് ആയിക്കൊണ്ടിരിക്കുന്നപ്പോൾ ലൈറ്റ് പോകുന്നു. ഇവള് വിളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇവള് പറഞ്ഞു, ഇല്ല ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞു. ജീന് അല്ലെങ്കിൽ തന്നെ ഇത്തിരി ദേഷ്യത്തിലായിരുന്നു, കാരണം ഇവളുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. അപ്പോൾ ജീൻ പറഞ്ഞ് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് പോയിക്കൊള്ളാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞു. ഇവിടെ അപ്പം തന്നെ പെട്ടിയെടുത്ത് പോവുകയും ചെയ്തു. ഞാൻ എന്നിട്ട് പറഞ്ഞു, വേണമെങ്കിൽ നമുക്ക് 25 രൂപ, 50 രൂപ വേണമെങ്കിൽ കൊടുത്തേക്കൂ, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഇല്ല 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം തരണം, പിന്നെ ജീനും അനൂപും TV-യിൽ വന്നിരുന്ന് മാപ്പ് പറയാൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി പള്ളി പറഞ്ഞാൽ മതി, എല്ലാം പൈസ കൊടുക്കാൻ ഉദ്ദേശമില്ല, കേസാണെങ്കിൽ കേസ് പോട്ടെ, കുഴപ്പമില്ല. ഇതാണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ നനഞ്ഞെടുത്ത്